ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോടെക്നോളജി എന്താണെന്നാണ് പഠിച്ചു തുടങ്ങിയത്. അതുപോലെ ബയോടെക്നോളജിയുടെ മേന്മ എന്താണെന്നും ബയോടെക്നോളജിയുടെ പ്രധാനപ്പെട്ട 2 ടെക്നിക്കുകളാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഒരു സ്റ്റെറൈൽ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. പിന്നീട് നമ്മൾ കണ്ടത് ബയോടെക്നോളജിയിലെ പ്രധാന 3 ടെക്നിക്കുകളാണ്. ഒന്ന് ക്രിയേഷൻ ഓഫ് എ റീകോമ്പിനന്റ് DNA, മറ്റൊന്ന് ജീൻ ക്ലോണിംഗ്, ജീൻ ട്രാൻസ്ഫർ. റീകോമ്പിനന്റ് DNA ആദ്യമായിട്ട് ഉണ്ടാക്കിയ 2 സയന്റിസ്റ്റുകളുടെ പേര് ഓർത്തിരിക്കുക. ആരെല്ലാമാണ്? സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. മറ്റൊന്ന് നമ്മൾ പഠിച്ചത് ഒരു ജീവിയെ ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തുന്നതിന്റെ 3 സ്റ്റെപ്പുകളാണ്. ജനറ്റിക് എഞ്ചിനീയറിംഗിലെ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് റീകോമ്പിനന്റ് DNA ഉണ്ടാക്കൽ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ റീകോമ്പിനന്റ് DNA നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? നമ്മൾ ഉദ്ദേശിക്കുന്ന ജീനിനെ സോഴ്സ് DNAയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും, മുറിച്ചു മാറ്റും, എന്നിട്ടൊരു പ്ലാസ്മിഡ് വെക്ടറിൽ ഒട്ടിക്കും. അപ്പൊ ഇങ്ങനെ മുറിക്കണമെങ്കിലും ഒട്ടിക്കണമെങ്കിലും ഒക്കെ ധാരാളം ടൂൾസ് ആവശ്യമാണ്, ഉപകരണങ്ങൾ ആവശ്യമാണ്. അപ്പൊ ആ ഉപകരണങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടൂൾസ് ഓഫ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത് ബയോടെക്നോളജിക്ക് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിന് പറയുന്ന മറ്റൊരു പേരാണ്. അപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന വിവിധ ടൂളുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ടൂളുകൾ എന്ന് പറയുന്ന ഒന്ന് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആണ്. അപ്പൊ നമുക്ക് DNA മുറിക്കണം. മുറിക്കുന്നത് നമ്മൾ കത്രികകൾ കൊണ്ടാണ്. DNA എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണ്. അതുകൊണ്ട് തന്നെ മോളിക്യൂൾസിനെ മുറിക്കണമെങ്കിൽ മോളിക്കുലാർ സിസേഴ്സ് ആവശ്യമുണ്ട്. മോളിക്കുലാർ സിസേഴ്സ് അഥവാ തന്മാത്രാ കത്രികകൾ. മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമാണ്. പ്രധാനപ്പെട്ട ഒരു ടൂള് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമാണ്. മറ്റൊന്നാണ് DNA ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം. ആ എൻസൈമാണ് ലിഗേസ് എൻസൈം. DNA ആംപ്ലിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമാണ് പോളിമറൈസ് എൻസൈം. മറ്റൊരു ടൂളാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു ടൂളാണ് DNA ക്യാരി ചെയ്യാനുള്ള വെക്ടേഴ്സ് അല്ലെങ്കിൽ DNAയുടെ വാഹകർ. അവയെ പറയുന്ന പേരാണ് ക്ലോണിംഗ് വെക്ടേഴ്സ്. മറ്റൊന്ന് ആവശ്യമുള്ളത് ആതിഥേയ ജീവിയാണ്, ഹോസ്റ്റ് ഓർഗാനിസം. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടൂൾസ്. ദ കീ ടൂൾസ് ആർ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈം DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പോളിമറൈസ് എൻസൈം. DNA പോളിമറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് പോളിമറൈസ് എൻസൈം. തേർഡ് വൺ ലിഗേസ് എൻസൈം. DNA ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ലിഗേസ് എൻസൈം. 2 DNA ഫ്രാഗ്മെന്റ്സിനെ, DNAയുടെ 2 കഷ്ണങ്ങളെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ലിഗേസ് എൻസൈം. Fourth one, cloning vectors. They are carriers of gene of interest. നമ്മൾ ഉദ്ദേശിക്കുന്ന ജീനിനെ ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ വാഹകരായിട്ടുള്ളവരാണ് ക്ലോണിംഗ് വെക്ടേഴ്സ്. Fifth one, host organism. ആതിഥേയ ജീവി. നമ്മുടെ ഫോറിൻ ജീനിനെ സ്വീകരിക്കുന്ന ജീവിയാണ് ഹോസ്റ്റ് ഓർഗാനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജനിതക മാറ്റം വരുത്തുന്ന ജീവിയാണ് എന്ന് പറയുന്നത് ഹോസ്റ്റ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഈ ടൂൾസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമുകളാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. ഇനി എവിടെയെങ്കിലും പോയിട്ട് കട്ട് ചെയ്യല്ല, DNA പ്രത്യേക സൈറ്റുകളിൽ പ്രത്യേക സ്ഥാനങ്ങളിൽ പോയി കട്ട് ചെയ്യുന്ന എൻസൈമുകളെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബയോടെക്നോളജിയുടെ ഇന്നത്തെ വികാസത്തിന് ഏറ്റവും കാരണമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ കണ്ടുപിടുത്തമാണ്. കാരണം പ്രത്യേക സ്ഥാനങ്ങളിൽ പോയി DNA കട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ജീനിനെ മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. സോ ദേ ആർ എൻസൈംസ് യൂസ്ഡ് ടു കട്ട് ദ DNA മോളിക്യൂൾ അറ്റ് സ്പെസിഫിക് സൈറ്റ്സ്. DNA മോളിക്യൂളിനെ പ്രത്യേക സ്ഥാനങ്ങളിൽ മുറിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമുകളെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് ഈ പേര് വരാൻ കാരണം സയന്റിസ്റ്റുകൾ ബാക്ടീരിയകളിൽ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈറസുകളാണ്. ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെയാണ് ബാക്ടീരിയോഫേജുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സയന്റിസ്റ്റുകൾ ബാക്ടീരിയകളിൽ ബാക്ടീരിയോഫേജിന്റെ ഗ്രോത്ത് റെസ്ട്രിക്ട് ചെയ്യുന്നതിന് 2 കാരണങ്ങൾ കണ്ടെത്തി. ഒന്ന് മെത്തിലേഷനാണ്. എന്ന് പറഞ്ഞാൽ DNAയിൽ മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതിനെയാണ് മെത്തിലേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജിന്റെ DNAയെ ചില എൻസൈംസ് വന്ന് കട്ട് ചെയ്യുന്നു, മുറിച്ചു മാറ്റുന്നു. അങ്ങനെ മുറിച്ചു മാറ്റുന്നത് കൊണ്ട് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്ന ഈ വൈറസുകൾക്ക് ബാക്ടീരിയയുടെ ശരീരത്തിൽ വളരാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന്റെ വളർച്ചയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു.
ഈ കട്ട് ചെയ്യുന്ന എൻസൈമുകളെയാണ് DNA കട്ട് ചെയ്യുന്ന എൻസൈമുകളെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് വിളിക്കുന്നത്. പേര് വരാൻ കാരണം ബാക്ടീരിയയുടെ ശരീരത്തിൽ ബാക്ടീരിയോഫേജിന്റെ ഗ്രോത്ത് റെസ്ട്രിക്ട് ചെയ്യാൻ സഹായിച്ച എൻസൈമാണ്. ഇനി റെസ്ട്രിക്ഷൻ എൻസൈം പ്രത്യേക സ്ഥാനങ്ങളിൽ പോയാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേക സ്ഥാനങ്ങളെ പറയുന്ന പേരാണ് റെക്കഗ്നീഷൻ സീക്വൻസ് എന്ന് പറയും. അത് പ്രത്യേക DNA സീക്വൻസ് ആണ്. DNAയുടെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. DNAയിൽ ഫോസ്ഫേറ്റുകളുണ്ട്, ഷുഗേഴ്സ് ഉണ്ട്, നൈട്രജൻ ബേസുകളുണ്ട്. ഈ ഫോസ്ഫേറ്റും ഷുഗേഴ്സും DNAയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെയാണ്. ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് PO4, ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. ഇത് DNAയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെയാണ്. DNAയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമാകുന്നത് അവയുടെ നൈട്രജൻ ബേസ് ആയിട്ടുള്ള അഡെനൈൻ, ഗ്വാനൈൻ, സൈറ്റോസിൻ, തൈമിൻ, ഈ നൈട്രജൻ ബേസുകൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ DNAയുടെ സീക്വൻസ് എന്ന് പറയുന്നത് ഈ നൈട്രജൻ ബേസിന്റെ ക്രമീകരണത്തിന്റെ രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അത് മാറുന്നതിനനുസരിച്ചിട്ടാണ് ജീനുകളും മാറുന്നത്. അല്ലെങ്കിൽ ജീനുകളെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ നൈട്രജൻ ബേസ് സീക്വൻസ് നോക്കിയിട്ടാണ്. അപ്പോൾ DNA റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്ന ആ സ്പെസിഫിക് സീക്വൻസിനെ പറയുന്ന പേരാണ് റെക്കഗ്നീഷൻ സീക്വൻസ്. The specific sequence at which restriction enzyme cuts DNA is known as recognition sequence. DNA റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യുന്ന ആ പ്രത്യേക സീക്വൻസിന് പറയുന്ന പേരാണ് റെക്കഗ്നീഷൻ സീക്വൻസ്. ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻസൈം ആണ് HindII എന്ന് പറയുന്നത്. HindII is the first isolated restriction endonuclease. ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആകുന്നു HindII. ഇതിനുശേഷം ധാരാളം റെസ്ട്രിക്ഷൻ എൻസൈംസ് സയന്റിസ്റ്റുകൾ കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. ഏകദേശം 900ഓളം റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇതുവരെ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 400ഓളം വിവിധ ബാക്ടീരിയൽ സ്ട്രെയിൻസിൽ നിന്ന്. മറ്റൊരു റെസ്ട്രിക്ഷൻ എൻസൈമിന് എക്സാമ്പിൾ ആണ് EcoR1 എന്ന് പറയുന്നത്. ഈ റെസ്ട്രിക്ഷൻ എൻസൈമിനെ നെയിം ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ EcoR1 നെയിം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. EcoR1 E എന്ന് പറയുന്നത് എസ്ക്രീഷ്യ കൊളൈ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ജീനസ് പേരാണ്. എസ്ക്രീഷ്യ എന്നുള്ള ജീനസ് നെയിമിനെ റെപ്രസെന്റ് ചെയ്യാനാണ് E എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കുന്നത്. കോ എന്ന് പറയുന്നത് കൊളൈ എന്ന് പറയുന്ന എസ്ക്രീഷ്യ കൊളൈ എന്നതിലെ കൊളൈ എന്നുള്ള സ്പീഷീസ് നെയിമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് കോ എന്നുള്ള 2 ലെറ്റേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. R എന്ന് പറയുന്നത് ആ പ്രത്യേക ബാക്ടീരിയൽ സ്ട്രെയിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ സ്പീഷീസുകളിൽ തന്നെ വ്യത്യസ്ത ഇനങ്ങൾ ഉണ്ടായിരിക്കും. അവയെ റെപ്രസെന്റ് ചെയ്യാനാണ് സ്ട്രെയിൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈക്വളയുടെ RY13 എന്ന് പറയുന്ന സ്ട്രെയിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് R എന്നുള്ള അക്ഷരം ഉപയോഗിക്കുന്നത്. ഇനി 1 എന്ന് പറയുന്നത് റോമൻ ലെറ്റർ നമ്പർ 1 ആണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഈക്വളൈ RY13 എന്ന് പറയുന്ന ബാക്ടീരിയൽ സ്ട്രെയിനിൽ നിന്നും ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത എൻസൈമാണിത്. അപ്പോ എൻസൈമിന്റെ ഐസൊലേഷന്റെ ഓർഡറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 എന്ന് പറയുന്ന റോമൻ നമ്പർ ഉപയോഗിക്കുന്നത്. EcoR1 ഈസ് അനദർ എക്സാമ്പിൾ ഫോർ റെസ്ട്രിക്ഷൻ എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈമിന് മറ്റൊരു എക്സാമ്പിൾ ആണ് EcoR1. ഹിയർ R റെപ്രസെന്റ് ദ നെയിം ഓഫ് ബാക്ടീരിയൽ സ്ട്രെയിൻ. ഇവിടെ R റെപ്രസെന്റ് ചെയ്യുന്ന ബാക്ടീരിയൽ സ്ട്രെയിനിന്റെ പേരാണ് ഈക്വളൈ RY13 എന്നുള്ള പേരാണ് R റെപ്രസെന്റ് ചെയ്യുന്നത്. And 1 represents the Roman number indicating the order in which the enzymes were isolated from the bacterial strain. 1 represent ചെയ്യുന്നത് ബാക്ടീരിയൽ സ്ട്രെയിനിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത എൻസൈമിന്റെ ഓർഡറിനെ സൂചിപ്പിക്കാനാണ്. ഇനി DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമുകൾക്ക് പൊതുവെ പറയുന്ന പേരാണ് ന്യൂക്ലിയസുകൾ എന്ന് പറയും. ന്യൂക്ലിയസുകൾ 2 തരത്തിലുണ്ട്. എക്സോന്യൂക്ലിയസ് ഉണ്ട്, എൻഡോന്യൂക്ലിയസ് ഉണ്ട്. എക്സോന്യൂക്ലിയസ് ആണെങ്കിൽ DNA ഒരു എൻഡിൽ നിന്നാണ് കട്ട് ചെയ്യാം. അങ്ങനെ ഓരോരോ ന്യൂക്ലിയോടൈഡ്സ് ആയിട്ട് റിമൂവ് ചെയ്യും. അതേസമയം എൻഡോന്യൂക്ലിയസ് ആണെങ്കിൽ DNAക്കുള്ളിൽ പ്രത്യേക സ്ഥാനങ്ങളിൽ DNA കട്ട് ചെയ്യുന്ന എൻസൈമുകളെയാണ് എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം എൻഡോന്യൂക്ലിയസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ബിലോങ്സ് ടു എ ബ്രോഡ് കാറ്റഗറി ഓഫ് എൻസൈംസ് കോൾഡ് ന്യൂക്ലിയേസസ്. ന്യൂക്ലിയേസസ് എന്നറിയപ്പെടുന്ന എൻസൈമുകളുടെ വിശാലമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. There are 2 kinds. അവ 2 തരത്തിലുണ്ട്. എക്സോന്യൂക്ലിയസ് ആൻഡ് എൻഡോന്യൂക്ലിയസ്. എക്സോന്യൂക്ലിയസ്, എൻഡോന്യൂക്ലിയസ് എന്നിങ്ങനെ 2 തരത്തിലുണ്ടാവാം. എൻഡോന്യൂക്ലിയസ് മേക്സ് കട്ട്സ് അറ്റ് സ്പെസിഫിക് പൊസിഷൻസ് വിത്തിൻ ദ DNA.
DNA-ക്കുള്ളിൽ പ്രത്യേക സ്ഥാനങ്ങളിൽ കട്ട് ചെയ്യുന്ന എൻസൈമുകളെയാണ് എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എക്സോന്യൂക്ലിയസ് റിമൂവ്സ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദി എൻഡ്സ് ഓഫ് ദി DNA. DNA-യുടെ അറ്റത്തിൽ നിന്ന് ന്യൂക്ലിയോടൈഡുകളെ നീക്കം ചെയ്യുന്നവരാകുന്നു എക്സോന്യൂക്ലിയസുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സോന്യൂക്ലിയസ് എന്താ, എൻഡോന്യൂക്ലിയസ് എന്താണെന്നൊക്കെ ഓർത്തിരിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്കുകൾ. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് റീകോമിനന്റ് DNA-യിൽ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ്. പ്രധാനപ്പെട്ട ടൂൾസ് ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം, പോളിമറൈസ് എൻസൈം, ലിഗേസ് എൻസൈം, ക്ലോണിംഗ് വെക്ടർ, ഹോസ്റ്റ് ഓർഗാനിസം. ലിഗേസ് എൻസൈം എന്ന് പറയുന്നത് DNA ഫ്രാഗ്മെന്റ്സിനെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ്. ദെൻ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈമിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങിയത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കട്ട് ദ DNA മോളിക്യൂളിനെ പ്രത്യേക സ്ഥാനങ്ങളിൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻസൈം. മറ്റൊന്ന് പഠിച്ച റെക്കഗ്നീഷൻ സീക്വൻസ് ആണ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് DNA കട്ട് ചെയ്യുന്ന ആ പ്രത്യേക നൈട്രജൻ ബേസ് സീക്വൻസിന് പറയുന്ന പേരാണ് റെക്കഗ്നീഷൻ സീക്വൻസ്. മറ്റൊന്ന് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് HIND2. മറ്റൊരു റെസ്ട്രിക്ഷൻ എൻസൈം ആണ് EcoR1. അത് നെയിം ചെയ്യുന്ന രീതി ഓർത്തിരിക്കുക. E എന്ന് പറയുന്നത് ജീനസ് നെയിമിനെ റെപ്രസെന്റ് ചെയ്യുന്നു, എസ്ക്രീഷ്യ. CO എന്നുള്ളത് സ്പീഷീസ് നെയിം കൊളൈനെ റെപ്രസെന്റ് ചെയ്യുന്നു. R എന്ന് പറയുന്നത് ബാക്ടീരിയൽ സ്ട്രെയിനിന്റെ പേരാണ്, RY13. 1 എന്ന് പറയുന്നത് indicates the Roman number of order of isolation of enzyme from that bacterial strain. ബാക്ടീരിയൽ സ്ട്രെയിനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത എൻസൈമിന്റെ ഓർഡറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് 1 ഉപയോഗിക്കുന്നത്. DNA കട്ട് ചെയ്യുന്ന എൻസൈമുകൾക്ക് പൊതുവെ പറയുന്ന പേരാണ് ന്യൂക്ലിയസുകൾ. അവ രണ്ട് തരത്തിലുണ്ട്, എക്സോന്യൂക്ലിയസ്, എൻഡോന്യൂക്ലിയസ്. എക്സോന്യൂക്ലിയസ് ആണെങ്കിൽ അവ DNA-യെ ഒരു എൻഡിൽ നിന്നും കട്ട് ചെയ്തിട്ട് ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യുന്നു. അതേസമയം എൻഡോന്യൂക്ലിയസ് ആണെങ്കിലോ DNA-ക്കുള്ളിൽ പ്രത്യേക സ്ഥാനങ്ങളിൽ കട്ട് ചെയ്യുന്ന എൻസൈമുകളാണ് എൻഡോന്യൂക്ലിയസുകൾ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.